ഇന്ന് ഞാൻ വിചാരിച്ചു ചോറ് വെക്കാൻ പോവാ ഞാൻ കേട്ടോ. അപ്പോൾ വിചാരിച്ചു നിങ്ങളൊക്കെ എങ്ങനെ ചോറ് വെക്കണം, അപ്പം ഞാനൊന്ന് വെക്കണ രീതി ഒന്ന് കാണിക്കാം. ഇത് നല്ല മട്ട അരിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചുവന്നരിയാണ് ദേഹത്തിന് നല്ലത്. അപ്പോൾ എല്ലാവരും മട്ടരി, പാലക്കാടൻ മട്ട, വടിമട്ട, ഇങ്ങനെ പല 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 വിധത്തിൽ അരികൾ കാണാം. ഞാനിപ്പോൾ ഇവിടെ ഈ 1 ബോയിൽഡ് റൈസ്, ഇത് ഏത് മട്ടയെന്നൊന്നും എനിക്കറിയില്ല. നമ്മളിത് ലൂസായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു അരിയാണ്. ഇത് പെട്ടെന്ന് അവർ പറയണത് പെട്ടെന്ന് വേവുന്ന അരിയാട്ടോ. നിങ്ങൾ സാധാരണ മട്ട അരിയെന്ന് വിചാരിക്കരുത്. 1 ബോയിൽഡാണ്, 2 ബോയിൽഡാണ്. പക്ഷെ ഞാൻ ഒന്നും വിചാരിക്കില്ല, എല്ലാ അരിയും ചെയ്യുന്ന മാതിരി തന്നെ ഇതും ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ മട്ടയരി നല്ലോണം ഒന്ന് കഴുകുക. ഈ കഴുകിയിട്ട് നമ്മൾ അതിൻ്റെ എത്രത്തോളം അരി ക്ലിയറായി വരുന്നോ അങ്ങനെ ഇരിക്കും ആ കഞ്ഞിയുടെ വെള്ളം അല്ലെങ്കിൽ ഈ ചുവന്നരിയുടെ കഞ്ഞിയുടെ വെള്ളം ഭയങ്കര കൊഴുപ്പായിരിക്കും. നമ്മൾ ഈ അരി ഒരു 6-7 പ്രാവശ്യം കഴുകി ഈ കളറ് നല്ല രീതിയിൽ ക്ലിയർ വാട്ടർ ആവുന്ന സമയത്ത് നമ്മളതിനെ കുക്കറിലിട്ട് വേവിച്ചാൽ നല്ല ചോറും കിട്ടും. അതേമാതിരി തന്നെ ആ കഞ്ഞിയുടെ വെള്ളം നല്ല കൊഴുപ്പില്ലാത്ത കഞ്ഞിയുടെ വെള്ളമായിട്ട് കിട്ടും. അപ്പം ഞാനിന്ന് ഇങ്ങനെ ഈ അരി ഇപ്പോൾ ഇത് 2 കപ്പ്, ഇത് കണ്ടോളൂ. ഇങ്ങനെ ഒരു കപ്പിന് 2 കപ്പ് അരിയാണ് ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കഴുകാൻ പോവുകയാണ്. ഒരു 2-3 പ്രാവശ്യം, 2-3 പോരാ. അപ്പോൾ കേൾക്കോളൂ. ഇപ്പം നമ്മളിത് കഴുകുമ്പോൾ ഇതാ ഇങ്ങനെ തിരുമ്പി കഴുകുമ്പോൾ ഇതിൽ എത്ര കളറുണ്ടല്ലേ. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം ഞാൻ കഴുകുമ്പോൾ ഇതിപ്പോൾ ഈ വെള്ളത്തിന് നല്ലൊരു കൊഴുപ്പാണ്, നല്ല എന്താ പറയുക, ഇത് 2 പ്രാവശ്യം കഴുകി. ഇപ്പോഴും കളർ അതേമാതിരി തന്നെയുണ്ട്. ഇതിൽ നമ്മൾ അവരുടെ കളർ ചേർത്തിരിക്കുക അങ്ങനെയൊന്നുമല്ല. ഈ മട്ടരിയുടെ എന്താ പറയുക, നേച്ചർ. മറ്റേ പുഴുങ്ങലരി, ബോയിൽഡ് റൈസ്, പച്ചരിയൊക്കെ നല്ലതായിരിക്കും. മട്ട അരി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ കളർ ഇങ്ങനെയായിരിക്കും. കണ്ടോ, ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും അതിൻ്റെ കളറ് വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ 3-ാമത്തെ പ്രാവശ്യം കഴുകി. ഇപ്പം ഞാൻ ഇതിന് എത്ര പ്രാവശ്യം കഴുകി എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനൊരു 7 പ്രാവശ്യം ഇത് കഴുകിയിട്ടുണ്ടാവും. ഞാൻ എണ്ണീറ്റാണ് പറയണത്. ഇപ്പോൾ നോക്കിക്കോളൂ, അരി നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചോറ് വെക്കുമ്പോൾ എങ്ങനെയറിയോ, ആ കഞ്ഞിയുടെ വെള്ളം എല്ലാ അരിയും വെക്കണമായിട്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. ആ ചുവന്ന കൊഴുപ്പ് വെള്ളമൊന്നും കാണില്ല. അപ്പോൾ ഞാനിനി ഇതിനെ കുക്കറിലിട്ടിട്ട് എത്ര വെള്ളം ഒഴിക്കണം എല്ലാം ഒന്ന് കാണിക്കാം കേട്ടോ. എന്നിട്ട് ഇത് ആകെ ഞാൻ 2 വിസിലിന് കേട്ടോ, 2 വിസിൽ കഴിഞ്ഞ് അത് ഓഫ് ചെയ്യും. അവിടെ തന്നെ വെക്കും ഞാൻ, അതിൻ്റെ മുഴുവൻ പ്രഷർ പോണ വരെ. ഇപ്പോൾ ഞാൻ ഈ അരി കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റേത് സ്റ്റീൽ കുക്കറാണ്. ഞാൻ ഈ അരി എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇടും കേട്ടോ. ഇതാ ഇതിൻ്റെ 3/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. അരി ഇട്ടു 3/4 ഭാഗം കേട്ടോ. എന്താ വെച്ചാൽ ഈ പിടിയുടെ താഴെ വരണം വെള്ളം, ഈ പിടിയുടെ താഴെ വരണം വെള്ളം. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഇങ്ങനെ ഇടുകയാണ്. ഇങ്ങനെ ഇട്ടാൽ മുകളിലേക്ക് വെള്ളം പൊന്തി വരില്ല. തിളച്ച് വരുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വെള്ളം തെറിച്ചിട്ട് അങ്ങനെ പുറത്ത് വന്ന മടുപ്പും ഇതെല്ലാം കേട് വരാതിരിക്കും എന്നാണ്. പക്ഷെ ഞാനിത് ട്രൈ ചെയ്തപ്പോൾ അത് കറക്റ്റായി വരുന്നുണ്ട്. എന്താ വെച്ചാൽ പുറത്ത് വന്നാലും ആ കുക്കറിൻ്റെ മറ്റേ നോബിൻ്റെ അവിടെ വന്ന് നിൽക്കും, വെയിറ്റിൻ്റെ അവിടെ വന്ന് അങ്ങനെ നിൽക്കുന്നല്ലാണ്ട് പുറത്തേക്ക് അങ്ങനെ തുളുമ്പി പോകുന്നൊന്നുമില്ല. അപ്പോൾ ഞാനിനിയിപ്പോൾ ഇതിനെ കത്തിക്കുകയാണ്. അടുപ്പ് കത്തിച്ചു. ഈ കുക്കർ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് ഇരിക്കുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കയറിപ്പോയിട്ടില്ലല്ലോ, അത് നല്ലോണം നോക്കിയിട്ട് കുറേ പ്രാവശ്യം ഒന്ന് ഊതുക. എന്നിട്ടിങ്ങനെ കറക്റ്റായിട്ടൊന്ന് നോക്കുക കേട്ടോ. ഉള്ളിൽ അതിൻ്റെ ഉള്ളിലൊന്നും പോയി, ഇപ്പോഴത്തെ കുക്കറിൻ്റെ ഒന്നും പണ്ടത്തെ മാതിരിയുള്ള ഈ സ്റ്റീൽ കുക്കറിൻ്റെയൊക്കെ ചിലത് ഹോള് വളരെ എന്താ പറയുക, ചെറിയ ഹോളാണ്. ഉള്ളിൽ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം
വളരെ ചെറിയ ഹോളാണ്. ഇതാണ്ടോ ഇവിടെയുള്ളത് ഇത് വളരെ ചെറിയ ഹോളാണ്. അപ്പോൾ അത് എന്തെങ്കിലും അതിൽ പോയി അടഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിനിയിപ്പോൾ ഇതിനെ വാഷറൊക്കെ ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ കൂടെ തന്നെ വെയിറ്റ് ഈ വെയിറ്റ് ഇട്ട ശേഷം ഞാൻ വെയിറ്റ് മാറിയെടുത്തു പോയി. ഇതാണ് എൻ്റെ വെയിറ്റ് കേട്ടോ. ഇതിട്ടു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണറിയോ, ഒരു തുണി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുക. എന്തിനാ അറിയോ, എന്തിനാ വെച്ചാൽ എനിക്ക് എൻ്റെ കുക്കറും അടുപ്പൊന്നും കേട് വരാതിരിക്കാൻ കേട്ടോ. ഇങ്ങനെ വെച്ചു വെച്ചാൽ അത് പൊന്തി അഥവാ കുറച്ച് വെള്ളം അവിടെ വന്ന് നിൽക്കുകയുള്ളൂ. നമ്മുടെ കുക്കറും താഴെ അടുപ്പിലൊന്നും മറിഞ്ഞു പോവില്ല. ഞാൻ സ്പൂൺ ഇട്ടിരിക്കണേ, എന്നാലും എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ വയ്ക്കുക. ഇപ്പം ഞാൻ 2 വിസിൽ വരുമ്പോൾ ഇനി ഇത് ഓഫ് ചെയ്യും കേട്ടോ. ഇപ്പോൾ എല്ലാം ഞാൻ പ്രഷർ കുഞ്ചി നോക്കി തുണിയെടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ നിങ്ങൾ തുറന്നിട്ട് നോക്കുമ്പോൾ 2 വിസിലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ അരിയിൽ ഒരു നല്ല വെള്ള അരിയായിട്ടാണ് തോന്നണം. വേണ്ടോ പാകത്തിനാണ് വന്നിരിക്കുന്നത് 2 വിസിലിൽ. ഇനി ഈ വെള്ളത്തിന് ഞാൻ നിങ്ങൾക്കുള്ള അതിൻ്റെ വെള്ളം തന്നെ വളരെ നേർമയായ വെള്ളം, ഒരു കൊഴുപ്പില്ല. ഇനിയിപ്പോൾ ഞാനിതിനെ ഒന്ന് ഊറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ വാർത്തിട്ട് ഞാൻ അരി ഓരോന്നായിട്ട് കാണിച്ചു തരാം. കൂടുതലായിട്ട് വെന്തിട്ടേ ഇല്ല, പാകത്തിന് ഉണർന്ന ആ പാകമാണിരിക്കുന്നത് കണ്ടോ. ഇനി ഞാനിതിനെ ഒന്ന് കഞ്ഞിയുടെ വെള്ളം വാർത്ത് വയ്ക്കട്ടെ. ഇപ്പോൾ കണ്ടോളൂ, ഞാനിത് തുറന്നു. ഞാൻ അതിൻ്റെ സ്പൂൺ എവിടെയാണെന്നൊന്ന് ഇറങ്ങി എടുക്കട്ടെ. സ്പൂണ് ഞാൻ മാറ്റിയിടും. അതെടുത്ത് മാറ്റി. ഇനി ഞാൻ ഈ കഞ്ഞിയുടെ വെള്ളത്തിനെ ഞാൻ ഇനി ഇതിനെ വേറെ പാത്രത്തിലൊന്നും ആക്കാറില്ല. ഞാൻ ഇതിൻ്റെ വാഷർ എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ വാർക്കുകയാണ് ചെയ്യുക. ഈ വാഷറിനെ പുറത്തെടുക്കും. ഈ വാഷറിനെ പുറത്തെടുത്തിട്ട് ഞാനിതിനെ വാർത്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഇതാ കഞ്ഞിയുടെ വെള്ളം കണ്ടോ നിങ്ങൾ, നല്ല വെള്ള സാധാരണ അരി ചോറ് വെച്ച് കഞ്ഞിയുടെ വെള്ളം അരിയുണ്ട്. അതിൻ്റെ കേട്ടോ, ഇത് കുടിക്കാൻ വളരെ നല്ലതാണ്, ദേഹത്തിന് വളരെ നല്ലതാണ്. കഞ്ഞിയുടെ വെള്ളം ലേശം ഉപ്പിട്ട് കുടിച്ചാൽ ഇത് തീരെ കൊഴുപ്പില്ല. ഇതിങ്ങനെ തന്നെ കുടിക്കാം. വേനൽക്കാലത്ത് ഇതിനെ തണുപ്പിച്ചിട്ടൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ലേശം ഉപ്പിടുക, എന്നിട്ട് കുടിക്കുക. ഇപ്പം ഞാൻ ബാലൻസിന് ഇതിനിങ്ങനെ വെച്ചിരിക്കുകയാണ്. കണ്ടോളൂ, കുക്കർ ഇങ്ങനെ വാർത്ത് വെച്ചിരിക്കും. ഇനി ഇത് മുഴുവൻ വെള്ളം വാർന്ന ശേഷം ഞാൻ എൻ്റെ ചോറ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇപ്പോൾ കണ്ടോളൂ, ഞാനിത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് ഇത് കാണിക്കണത്. വളരെ വളരെ ഒന്നൊന്നായിട്ട് ഒലർന്ന് കിടക്കുകയാണ് കേട്ടോ. എന്നാലോ നന്നായി പാകത്തിന് ഊണ് കഴിക്കാൻ വെന്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഇതാ ഞാനിങ്ങനെ ഒരു അരി എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാം. ഇതാ കണ്ടു, ഒറ്റയായിട്ടാണ് കിടക്കണം. വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇതങ്ങനെ അമുത്തുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ ചെയ്യണേ, അതോ ഏതാണ് നിങ്ങളുടെ വിധം ഒന്ന് എനിക്ക് പറഞ്ഞു തരാം. അല്ല, അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് പറയണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി എനിക്ക് പറഞ്ഞു തരൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ് ഈസ് ബൈ ഫ്രം സുധാ മേനോൻ. Wish you all a very good day. Bye.